Hello everyone, this is Pushpa Kumari from Beginners Channel. ഇന്നത്തെ സ്പോക്കൺ ആൻഡ് ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഹൗ ടു യൂസ്ഡ് ടു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സെഷൻ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കും, എനിക്ക് 100% ഉറപ്പാണ്. എന്താണ് യൂസ്ഡ് ടു എന്നതിൻ്റെ അർത്ഥം? പതിവായി ചെയ്യാറുണ്ടായിരുന്നു. പതിവായി ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പതിവായി ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം, അതായത് പാസ്റ്റിലാണ്, അതായത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുക. ഞങ്ങൾ പണ്ടത് ചെയ്യാറുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനത് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞു നാളിൽ ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു, ഞാൻ നന്നായി പാട്ട് പാടുമായിരുന്നു, ഞാൻ വാക്കിങ്ങിന് പോകുമായിരുന്നു, അവിടെ ആയിരുന്നപ്പോൾ ഞാൻ എപ്പോഴും വാക്കിങ്ങിന് പോകുമായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എന്നും 4 മണിക്ക് നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സാധാരണ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഈ യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. അതായത് പതിവായി ചെയ്യാറുണ്ടായിരുന്നു. പതിവായി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അത് പതിവായി ചെയ്യാറുണ്ടായിരുന്നു, ഒരു ടൈം ഡ്യൂറേഷൻ ഞങ്ങളത് പതിവായി ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ പറയുന്നതാണ് യൂസ്ഡ് ടു. I used to go. ഞാൻ പോകാറുണ്ടായിരുന്നു. ഇവിടെയും എവിടെയെങ്കിലും ഞാൻ പോകാറുണ്ടായിരുന്നു. I used to go for walking. ഞാൻ പതിവായി വാക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു, നടക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? I used to go. I used to go. യൂസ്ഡ് കഴിഞ്ഞിട്ട് to, അത് ശ്രദ്ധിക്കണം. ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊന്നും റീതിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബേ യൂസ് ചെയ്യാവൂ. അത് എവിടെയാണെങ്കിലും ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ. ഐ ഡിഡ് നോട്ട് യൂസ് ടു ഗോ എന്ന് നമുക്ക് പറയാം. ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പം അത് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് എന്ന് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഡിഡിൻറ്റ്. ഓക്കെ, അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ. ഇവിടെ ഞാൻ യൂസ് ടു ഗോ, ഞാൻ പോകാറില്ലായിരുന്നു. യൂസ് ടു ആഫ്റ്റർ ഞാൻ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ടു ഗോ. ഇവിടെയും നമ്മൾ എന്താ പാസ്റ്റ് ഹാബിറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പാസ്റ്റിൽ നടന്ന ഒരു ഹാബിറ്റിനെ നമ്മൾ കാണിക്കുക. ഞാൻ പോകാറില്ലായിരുന്നു, ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകാറില്ലായിരുന്നു, ഞാൻ പോകാറേ ഇല്ലായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞു. ഐ യൂസ് ടു ഗോ, ഞാൻ പോകാറുണ്ടായിരുന്നു. നെഗറ്റീവ് സെൻറ്റൻസും പറഞ്ഞു കഴിഞ്ഞു. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ, ഞാൻ പോകാറില്ലായിരുന്നു. ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവ് നോക്കാം. എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നോക്കാം. ഡിഡ് യു യൂസ് ടു ഗോ? നിങ്ങൾ പോകാറുണ്ടായിരുന്നോ? നിങ്ങൾ എറണാകുളത്തായിരുന്നപ്പോൾ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കത്തില്ലേ? അത് തന്നെ ഡിഡ് യു യൂസ് ടു ഗോ, നിങ്ങൾ പോകാറുണ്ടായിരുന്നോ? അതെവിടെയായിക്കോട്ടെ, നമുക്ക് വേറെ കാര്യങ്ങൾക്കും നമുക്ക് പറയാം. അത് ഞാനിവിടെ ഡിഡ് യു യൂസ് ടു ഗോ മാത്രം പറഞ്ഞിരിക്കുന്നത്. അത് പല സന്ദർഭങ്ങളിലാകാം. അപ്പം നിങ്ങൾ പോകാറുണ്ടായിരുന്നോ? അപ്പം ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഡിഡ് ആദ്യം ചേർത്തു. ഡിഡ് യു യൂസ് ടു ഗോ. ബട്ട് യൂസ് ടു ഗോ യൂസ് ചെയ്യുന്നത് അത് സെയിം വേ തന്നെയാണ്. യൂസ് ടു ആഫ്റ്റർ നമ്മൾ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാനായിട്ട്, ചോദിക്കാനായിട്ട്, അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ് യു യൂസ് ടു ഗോ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളും പറഞ്ഞു നോക്കണം. ഡിഡ് യു യൂസ് ടു ഗോ, നിങ്ങൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം. അപ്പം നിങ്ങൾക്ക് പറയാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു സന്ദർഭം കിട്ടുന്നില്ല, ഒരു വ്യക്തിയെ കിട്ടുന്നില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക്
നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോണിലൂടെ ആണെങ്കിൽ ഫോണിലൂടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാം ഇംഗ്ലീഷിൽ. എന്നുവെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. എനിക്കറിയാത്ത കാര്യം ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുമായിരിക്കും. അവരുടെ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല വ്യക്തികൾ. എന്നുവെച്ചാൽ വീട്ടിൽ നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല സാധാരണ, എന്നാൽ തന്നെ നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അത് സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ല, ഒരു കാര്യം ചെയ്യാം, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, എന്നിട്ട് നമ്മൾ മിമിക് ചെയ്താലും മതി. മിമിക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പം ഒരു കാര്യം അതുപോലെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് നമുക്കത് നമ്മുടെ മനസ്സിലത് കിടക്കും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിൽ കിടക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ആകും അത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതുമല്ല, നിങ്ങൾക്ക് കണ്ണാടി നോക്കി പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പെറ്റ് കാണുമല്ലോ, ആണല്ലോ. പെറ്റിനോട് നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ എന്താ, എവിടെ പോയി, എന്തിനാ കരയണേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഇംഗ്ലീഷിലായിക്കൂടെ? അവരെന്തായാലും നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ലായിരിക്കും, എന്നാലും നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമല്ലോ ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള എളുപ്പ വഴി. ഒന്ന്, നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മിമിക് നടത്താവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെറ്റുമായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വില്ലിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാവുന്നതാണ്. അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ ദോഷമൊന്നുമില്ല. ഒരു ഇംഗ്ലീഷുകാരി ആയിപ്പോയി അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിപ്പോയി അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ലൈഫിന് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ വെൻ, വൈ അങ്ങനെ യൂസ് ചെയ്യുമല്ലോ, WH ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. വെൻ ഡിഡ് യു യൂസ് ടു ഗോ? നിങ്ങൾ എപ്പോഴാണ് പോകാറുണ്ടായിരുന്നത്? വെൻ ഡിഡ് യു യൂസ് ടു ഗോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂസ് ടു ഗോ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എന്നാലും ഞാൻ ഇവിടുത്തെ യൂസ് ടു ഗോ, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല. നിങ്ങൾ എപ്പോഴാണ് പോകാറുണ്ടായിരുന്നത്? വെൻ ഡിഡ് യു യൂസ് ടു ഗോ? ഓക്കെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. വെൻ ഡിഡ് യു യൂസ് ടു ഗോ? വെൻ ഡിഡ് യു യൂസ് ടു ഗോ? ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. വി യൂസ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. വി യൂസ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും പാർക്കിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി ചോദിക്കുകയാണ്. നിങ്ങൾ അയാളെ കണ്ടോ എന്ന് ചോദിക്കും. സപ്പോസ് ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കാണാറില്ല, പക്ഷെ ഞാൻ അയാളെ കാണാറുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ല. അങ്ങനെ വി യൂസ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും പാർക്കിൽ വെച്ച് കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ കാണാറില്ല. ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. വി യൂസ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. I used to see him on my way to the college. ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് വെച്ച് അയാളെ കാണാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, I used to see him on my way to the school, അല്ലെങ്കിൽ way to the office. നമ്മൾ എവിടെയാണോ പോകുമ്പോൾ കാണാറുള്ളത് ആ ഒരു വേർഡ് നമുക്കിവിടെ ആഡ് ചെയ്താൽ മതി. ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് വെച്ച് അയാളെ കാണാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഐ യൂസ് ടു സീ ഹിം ഓൺ മൈ വേ ടു ദ കോളേജ്. ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഏർലിയർ. നേരത്തെ ഞാൻ ധാരാളം വായിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ധാരാളം വായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വായിക്കാറില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടോ, ഇപ്പം ഞാനൊന്നും വായിക്കാറില്ല, പക്ഷെ ഞാൻ നേരത്തെ നന്നായിട്ട് ധാരാളം വായിക്കുമായിരുന്നു. അവിടെയാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഏർലിയർ.
ഇവിടെ റീഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനിയും പറയുന്നില്ല. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഏർലിയർ. ഐ യൂസ് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് വെൻ ഐ വാസ് അറ്റ് കോളേജ്. കോളേജിലായിരുന്നപ്പോൾ ഞാൻ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഹി യൂസ് ടു സിങ് വെരി ബ്യൂട്ടിഫുള്ളി ഏർലിയർ, അല്ലെങ്കിൽ ഇയേഴ്സ് ബാക്ക്. അതായത് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ അയാൾ നന്നായിട്ട് പാടുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവർ പാസ്റ്റിൽ, അതായത് പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കുകയാണ്. അപ്പോൾ അവർ അത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഐ യൂസ് ടു, ഇവിടെ ഐ യൂസ് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് വെൻ ഐ വാസ് അറ്റ് കോളേജ്. കോളേജിലായിരുന്നപ്പോൾ ഞാൻ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി കാണും എവിടെയാണ് ഈ യൂസ് ടു യൂസ് ചെയ്യുന്നത്. ഷീ ഡിഡ്ന്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. ആരെങ്കിലും പറ്റി എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവൾ ആരോടും സംസാരിക്കാറില്ല, അവളുടെ ഹാബിറ്റ് അതായിരുന്നു എന്ന്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസാണ്, മിസ്സിങ് കേസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരാ പെണ്ണിനെ പറ്റി ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു വ്യക്തിയെ പറ്റി ചോദിക്കുകയാണ്, ഒരു പെണ്ണിനെ പറ്റി ചോദിക്കുകയാണ്, നമുക്കിങ്ങനെ പറയാം ഷീ ഡിഡ്ന്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. അവളെപ്പറ്റി അറിയാമെങ്കിൽ നമുക്ക് അന്നത്തെ കാര്യത്തെ നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം, ഷീ ഡിഡ്ന്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. He didn't use to smile after that incident. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. അയാൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അന്ന് ചിരിക്കാറില്ലായിരുന്നു ഏതോ ഒരു സംഭവത്തിന് ശേഷം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? He didn't use to smile after that incident. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, We used to see every day but we didn't use to talk. ഞങ്ങൾ എല്ലാ ദിവസവും കാണുമായിരുന്നു, പക്ഷെ സംസാരിക്കാറില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പറയാം, we used to see every day. നമ്മൾ എല്ലാ ദിവസവും കാണുമായിരുന്നു, but we didn't use to talk. ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുകയാണ് നമ്മൾ അങ്ങനെ പറയാം. ഇനി ഇൻട്രോഗേറ്റീവിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഡ് യു യൂസ് ടു വിസിറ്റ് ദ സിക്ക്? താങ്കൾ രോഗികളെ സന്ദർശിക്കുമായിരുന്നോ? ഡിഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഡിഡ് യു യൂസ് ടു വിസിറ്റ് ദ സിക്ക്? താങ്കൾ രോഗികളെ സന്ദർശിക്കുമായിരുന്നോ? അല്ലാതെ നിങ്ങൾ ഇപ്പോൾ സന്ദർശിക്കുമായിരുന്നോ എന്നുള്ള ജസ്റ്റ് ബിഫോർ ദാറ്റ് മൊമെൻ്റ് അല്ല ചോദിക്കുന്നത്. നമ്മൾ കുറേ പാസ്റ്റിലുള്ള ഒരു ഹാബിറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഡിഡ് യു യൂസ് ടു വിസിറ്റ് ദ സിക്ക്? താങ്കൾ രോഗികളെ സന്ദർശിക്കുമായിരുന്നോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡ് ഷീ യൂസ് ടു ഡാൻസ് വെൽ? അവൾ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. പഴയ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് ഡിഡ് ഷീ യൂസ് ടു ഡാൻസ് വെൽ, അല്ലെങ്കിൽ ഡിഡ് യു യൂസ് ടു ഡാൻസ് വെൽ, ഡിഡ് ഹി യൂസ് ടു ഡാൻസ് വെൽ, അങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡിഡ് ഷീ യൂസ് ടു സിങ് വെൽ. ഇനി WH ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ഡിഡ് യു യൂസ് ടു ഗോ ടു ഓഫീസ്? താങ്കൾ എപ്പോഴാണ് ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? വെൻ ഡിഡ് യു യൂസ് ടു ഗോ ടു ഓഫീസ്? താങ്കൾ എപ്പോഴാണ് ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? ഹു യൂസ് ടു ടേക്ക് യു ടു സ്കൂൾ? ആരാണ് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നത്? നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ആരാണ് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നത്? ആ ഒരു രീതിയിൽ നമ്മൾ ചോദിക്കത്തില്ലേ, ഹു യൂസ് ടു ടേക്ക് യു ടു സ്കൂൾ? അല്ലെങ്കിൽ അവിടെ ആയിരുന്നപ്പോൾ ആരായിരുന്നു നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാറുണ്ടായിരുന്നത്? ഹു യൂസ് ടു ടേക്ക് യു ടു സ്കൂൾ. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഹൗ മെനി ഫീറ്റ് ഡിഡ് യു സീ ടു ജംപ് ഹൈ? നിങ്ങൾ എത്ര അടി പൊക്കത്തിൽ ചാടാറുണ്ടായിരുന്നു? വാട്ട് ടൈം ഡിഡ് യു യൂസ് ടു ഗോ ടു ബെഡ്? താങ്കൾ എത്ര മണിക്കാണ് കിടക്കാൻ പോകാറുണ്ടായിരുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ യൂസ് ടു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം മുതൽ നിങ്ങൾ യൂസ് ചെയ്യുമല്ലോ. എങ്ങനെയാണ് യൂസ് ടു യൂസ് ചെയ്യുന്നത് മനസ്സിലായതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പം മുതൽ തന്നെ യൂസ് ടു യൂസ് ചെയ്ത് തുടങ്ങണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. ഇഫ് യു ലൈക്ക് ദിസ് സെഷൻ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ്
subscribe my channel. Thank you.